ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 7 o'clock ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് ഓഫാട്ടോ. സോ ഞാൻ വിചാരിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഹന്നമോള് പറഞ്ഞു, ഹന്നമോള് കുറേ നാളായി ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഇഡ്ഡലിയും സാമ്പാർ ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. നമുക്ക് ഇഡ്ഡലിയും സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാറിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് കുക്കറിലാക്കിയിട്ടുണ്ട്. വിസിലിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. എന്ത് ടൈനി ആണെന്നറിയോ, എൻ്റെ ഭയങ്കര ചെറുതാട്ടോ. ഇതിൽ വെറും 6 ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാമ്പാർ ഓൾറെഡി കുക്കറിൽ നിന്ന് ആവുന്നുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ പീസെല്ലാം ഞാൻ ഒന്നുകൂടെ കുക്കറിലിട്ട് വേവിക്കുകയാണ്. വെന്തതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വെണ്ടയ്ക്കയെല്ലാം ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയിട്ട് സാമ്പാറിൻ്റെ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് വിസിൽ വന്നു കേട്ടോ. ഒരു 3 വിസിൽ മതി കേട്ടോ. ഇതിപ്പോൾ 1 വിസിലായതേ ഉള്ളൂ. ഇനി 2 വിസിലും കൂടി വേണം. എല്ലാവർക്കും അറിയുന്നതാണ്, ഇപ്പോൾ ഈ UAE കൺട്രി, സൗദി അറേബ്യ, ഇവിടെ എല്ലാം ഭയങ്കര ചൂടാട്ടോ. ഈ സീസണിലെല്ലാം ചൂടിൻ്റെ ടൈമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ലേറ്റായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലൊന്നും നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ AC യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഗ്യാസൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാലോ, അതിൻ്റെ ഫ്ലെയിമൊക്കെ ഭയങ്കര വലുതായിട്ട് ഇതാകും. സോ അതുകൊണ്ട് അങ്ങനെ റെയറായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ രാവിലെ അങ്ങ് കുക്കിംഗ് പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ചില സമയത്ത് രമ്യനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ രമ്യ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് വീക്കെൻഡും കൂടി ആയതുകൊണ്ട് പുള്ളി നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ 3ാമത്തെ വിസിലായിട്ടോ. ഭയങ്കര ചൂടാട്ടോ. അവിടെ വേർത്തെല്ലാം ഒഴുകുന്നു ഇവിടെ. നിയമോള് അവളുടെ ഓൺലൈൻ ക്ലാസ്സിലാണ്. ഇപ്പോൾ ടൈം 8:45 ആയിട്ടോ. എൻ്റെ സെക്കൻഡ് ചൈൽഡ് ഇവിടെ നല്ല ഉറക്കത്തിലാട്ടോ. പുള്ളിക്കാരിക്ക് ക്ലാസ്സില്ല. അപ്പോൾ ഹന്നമോളുടെ ക്ലാസ് 25th സ്റ്റാർട്ടാവും. അപ്പോൾ ഹന്നക്കുട്ടൻ കിടന്ന് ഉറങ്ങും. വൈകുന്നേരം ആയപ്പോഴത്തേക്കും രമിക്ക് ഒരു ചുമയൊക്കെ ഉണ്ട്, ഡ്രൈ കോഫാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് എക്സ്റേ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. സോ അതിനുമുമ്പ് PHCയിൽ പോയിട്ട്, ഇതിൻ്റെ അടുത്തൊരു PHC ഉണ്ട് കേട്ടോ, എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുക്കാനാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ടാക്സി ഇപ്പോൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ PHC പോയിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിനെ കണ്ടിച്ചിട്ട് വരട്ടെ. അപ്പോൾ കാർ വന്നു. അപ്പോൾ ഞങ്ങൾ പോയിച്ചിട്ട് മമ്മയുടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ പോകും. അത് PHC പ്രൈമറി ഹെൽത്ത് സെൻ്റർ. അന്ന് അങ്ങനെ പറഞ്ഞു ഞാനും അങ്ങനെ പറഞ്ഞു നോക്കിയത്. അങ്ങനെ ഞങ്ങളിപ്പോൾ PHCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് തൊട്ടടുത്ത് തന്നെയാണ് PHC. നടക്കുവാണെങ്കിൽ ഒരു 7 minute ഡിഫറൻസ്.
Hi guys, so we made it at PHC. Yes, yeah, we're in the PHC. Yep. Mama's friend. Yeah, we're gonna meet Mama. ഇതാട്ടോ PHC. This is actually a hostel. നിങ്ങൾക്കൊരു കാര്യം PHC എന്ന് പറയുമ്പോഴത്തേക്കും താഴെ ഹോസ്പിറ്റലും പിന്നെ മുകളിലത്തെ ഭാഗം ഹോസ്റ്റലാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ലാസ്റ്റ് ടൈം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ലാസ്റ്റ് ടൈം ഞങ്ങൾ ഇവിടെ വന്നപ്പം ഞങ്ങൾ മാക്സിനെ കൊണ്ടുവന്നായിരുന്നു. ബട്ട് ആ ടൈമിൽ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ല. അന്നയ്ക്ക് ഇവിടുത്തെ വെളിച്ചത്തിൽ ഒരു ജീവി വരും, അതിന് ഭയങ്കര പേടിയാണ്. ഗോ 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 ഇൻസൈഡ്. ഇതിനെ കേട്ടോ ഭയങ്കര പേടി. ഞങ്ങൾ പോയി കണ്ടേച്ചിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാം. മമ്മയുടെ കണ്ണില് ഇവിടെ റെഡാണ്. Taking daddy's pencil, right? And we're gonna start. Why? Daddy's bones and it's so cool. And it's like and daddy's hand was like a bird. Yeah. Okay, let's go. Sorry, Daddy. രമി അപ്പോൾ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്. ഷോപ്പിൽ നിന്ന് ഇറങ്ങി. 3 റിയാൽ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ വേറൊന്നും മേടിച്ചില്ല. എന്താ മേടിച്ചത് ആക്ച്വലി? ഓക്കെ, വീട്ടിലെത്തുമ്പോൾ കാണിക്കാമെന്നാണ് എനിയുടെ അഭിപ്രായം. വീട്ടിലെത്തുമ്പോൾ വെള്ളം ഒഴിക്കാൻ പറ്റും. അത് ഞാൻ ഫുള്ള് വന്നില്ലല്ലോ ചേച്ചി. ഏതാണ് ഇവിടെ 058? ആ പുള്ളി നിൽക്കുന്ന എവിടെയാ കേട്ടോ, അല്ലേ? ആ പർപ്പിൾ കളറ്. കുറേ നാളായിട്ട് ഇപ്പോൾ ഇതാ പുതിയ ഇവിടെ നല്ല ചിക്കൻ കിട്ടും, ഫ്രഷ് ചിക്കൻ. ലൈവോടെ ഇപ്പം കട്ട് ചെയ്യുന്നതായിരിക്കും. യെസ്, അല്ലെങ്കിൽ മറ്റേ ഫ്രോസൺ ആയിരിക്കും. ഫ്രോസൺ അത്രയും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് മേടിക്കുന്നത്. ഓക്കെ, ഇവിടെ ഭയങ്കര ചൂടാണ്. വണ്ടിക്കകത്തിരുന്നിട്ട് ഭയങ്കര ചൂടാണ്. വേർത്തൊഴുകുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിയാറായി. ഞങ്ങളിവിടുത്തെ മാർക്കറ്റിലൊക്കെ പോയി കുറച്ച് സാധനമൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് വെച്ചിട്ട് നേരെ വീട്ടിലേക്കാണ്. AC ഇട്ടിട്ടൊന്നും വണ്ടിക്കുള്ളിൽ അത്ര തണുപ്പൊന്നും തോന്നില്ല. സോ ഞങ്ങൾ 2 സൈഡിലെയും ഗ്ലാസ് എല്ലാം താഴ്ത്തിയിട്ട് വെച്ചിട്ടാണ് വന്നത്. അങ്ങനെയെങ്കിൽ കാറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അത്രയ്ക്ക് ചൂടാട്ടോ, സഹിക്കാൻ പറ്റാത്ത ചൂട്. ചില സമയത്ത് ഇവിടെ 39, 40 ഒക്കെ ആകാറുണ്ട്. അത്രയ്ക്ക് ചൂടാണ്. സോ ഇപ്പോൾ ഞങ്ങളുടെ വീട് ഏകദേശം എത്താറായി. ഇനി വീട്ടിലേക്ക് ചെന്ന് ഒന്ന് വേസ്റ്റ് എല്ലാം ഡിസ്പോസ് ചെയ്യണം. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. ഇതേ വീടെത്തി കേട്ടോ. ഇതാട്ടോ ഞങ്ങളുടെ വീട്. അപ്പോൾ ഞാനും നിയമോളും കൂടിയിട്ട് വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് പോവാം. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. കുറച്ച് ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ട് ആ സൈഡിൽ തന്നെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലമുണ്ട്. നേരം ഹന്ന ഇന്ന് ഞങ്ങളോടൊപ്പം വന്നില്ല. അല്ലെങ്കിൽ ചിലപ്പം ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും ഹന്ന ആയിരിക്കും എൻ്റെ കൂടെ. രമിയുടെ 5 കഴിഞ്ഞാൽ പിന്നെ രമി വേസ്റ്റ് കളയാൻ പോകാറില്ല. അപ്പോൾ ഞാനും അല്ലെങ്കിൽ ഒന്നേ നീയ അല്ലെങ്കിൽ ഹന്ന, ചിലപ്പോൾ 2 ആളും കൂടെ കാണും. ഇത് കഴിഞ്ഞിട്ട് ഷോപ്പിലെങ്ങാനും പോകാനുണ്ടെങ്കിൽ 2 പേരും കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ. ഇവിടെ 2 ഡോറുണ്ട്.
പക്ഷെ ഇതെപ്പോഴും ഓപ്പൺ ആയിരിക്കും അല്ലേ? അവിടെ ആ ഷോപ്പ് കണ്ടോ? അത് രാവിലെയും രാത്രിയും എല്ലാം അങ്ങനെയായിരിക്കും, ഓപ്പൺ ആയിരിക്കും. ഇറ്റ്സ് 24/7. അയ്യോ എൻ്റെ കൈ വേണം. അപ്പം നിങ്ങൾക്ക് മിഡ് നൈറ്റ് സ്നാക്ക് എന്തെങ്കിലും വേണമെന്ന് തോന്നിയാൽ ഞങ്ങൾക്ക് അവിടെ പോയി മേടിക്കാം അല്ലേ? ബിക്കോസ് കാറിൻ്റെ ബാക്കിൽ നിന്ന് പിന്നെ ഇന്ന് ഞങ്ങൾക്ക് മൂവി നൈറ്റ് ഡേയാ. ബിക്കോസ് ഇറ്റ്സ് ഫ്രൈഡേയും ഫ്രൈഡേ ടു സാറ്റർഡേ വരെ. ഇന്ന് ട്യൂസ്ഡേ അല്ലേ, നാളെ ഫ്രൈഡേ നമുക്ക് ഹോളിഡേ. അപ്പം ഞങ്ങൾ മൂവി നൈറ്റ് കാണും ഇന്ന് രാത്രി അല്ലേ. പോണ സീ ദ ഗാർഡൻ. ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു ചെറിയ കിച്ചൺ കണ്ടോ? അവിടെ ക്യാറ്റ് കണ്ടോ? ഇതൊക്കെ കിച്ചൺ നോക്ക് അവിടെ കണ്ടോ? കുറച്ചുകൂടി സൂം ചെയ്തോ. സൂമിങ് ഇത് ഭയങ്കര ചെറുതാണ് കേട്ടോ. ന്യൂ ബോൺ ഇത്രയേ ഉള്ളൂ. ബേബി കിച്ചൺ. ഇറ്റ്സ് സോ അയ്യോ വണ്ടി ജപ്പാനിലല്ലേ ഡസ്റ്റ്ബിൻസിൽ എടുക്കുന്ന ഏരിയാസ്, നമ്മൾ ഡസ്റ്റ്ബിൻ എടുക്കുന്ന ഒരു ട്രക്കില്ലേ, ഇവിടെയുള്ള എല്ലാം ഡസ്റ്റ്ബിൻസ് എടുക്കുന്ന ട്രക്ക് ഓപ്പൺ. പിന്നെ ഭയങ്കര സ്മെല്ലി അല്ലേ ആ ഡസ്റ്റ്ബിൻ ട്രക്ക് നമ്മളുടെ അടുത്ത് വരുവാണെങ്കിൽ എമ്മിനെ കൊണ്ടുവന്നു. ബിക്കോസ് ഷീ സെഡ് ഷീ വാണ്ടഡ് ടു കം ആൻഡ് സീ വേർ വി. ഞാൻ നീയൊക്കെ നോക്കും കേട്ടോ, നീയോളം കാണുന്നില്ല. ഭയങ്കര ചൂട്. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വേസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.